ഹിജറ 630 റമദാൻ 3. പുണ്യമദീനയിൽ അന്ത്യപ്രവാചകനായ തിരുനബി തങ്ങളുടെ കുടുംബ പരമ്പരയിലെ 18ാം പേരമകനായി സയ്യിദ് അലിയുടെയും സയ്യിദ ഫാത്തിമയുടെയും മകനായിട്ടാണ് ബഹുമാന്യരായ സയ്യിദ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ജനിച്ചത്. തികഞ്ഞ ഭക്തിയും ദീനീബോധവും സത്യസന്ധതയും പക്വതയും നിറഞ്ഞ ഒരു ഉത്തമ പുരുഷനായിട്ടാണ് മാതാപിതാക്കൾ അദ്ദേഹത്തെ വളർത്തിയത്. മദീനയിൽ അന്നുണ്ടായിരുന്ന യുവാക്കളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ യുവാവായിരുന്നു മഹാനവറുകൾ. തൗഹീദി മാർഗത്തിൽ ജനമനസ്സുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ദീനീബോധവും വിജ്ഞാനങ്ങളും പഠിപ്പിച്ച് മദീനയിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ദിവസം പിതാമഹനും ലോകത്തിന്റെ നേതാവുമായ തിരുനബിത്തങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. താങ്കളുടെ പ്രബോധന ദൗത്യം അങ്ങകലെ ഹിന്ദിലാണ് ഇനി നടത്തേണ്ടത് എന്നും എത്രയും പെട്ടെന്ന് ബഹുദൈവാരാധനകരുടെ കൂടാരമായ ഇന്ത്യയിൽ പോയി തൗഹീദിന്റെ പ്രകാശം ജനങ്ങളിലെത്തിക്കുക എന്നും. അതുപ്രകാരം മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ആയിരക്കണക്കിന് സൈനികരെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഇറാൻ, ഇറാഖ്, ബലൂചിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നീങ്ങി. അഫ്താബ് സിംഗ് എന്ന ഏകാധിപതിയായിരുന്നു അന്ന് സിന്ധ് പ്രദേശം ഭരിച്ചിരുന്നത്. ബാദുഷാ തങ്ങൾ സിന്ധ് പ്രദേശത്തിൽ ഓരോ സംഘങ്ങളായി വേർതിരിച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്കായി നിയോഗിച്ച് ദീനീ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ധാരാളം ആളുകൾ ദീനിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇതറിഞ്ഞ ഛത്രാധിപതിയായ അഫ്താബ് സിംഗ് വളരെ അധികം കോപാകുലനാവുകയും മഹാനവറുകൾക്ക് നേരെ വളരെ ക്രൂരമായ രീതിയിൽ ഒരു തിരിച്ചടി നൽകാനും തീരുമാനമെടുത്തു. രാജാവ് വലിയ ഒരു സന്നാഹവുമായി യുദ്ധത്തിനൊരുങ്ങി പുറപ്പെട്ടു. എന്നാൽ ആ യുദ്ധത്തിൽ രാജാവ് കൊല്ലപ്പെടുകയും സഹോദരൻ മെഫ്താബ് സിംഗ് രാജാവാകുകയും ജ്യേഷ്ഠന്റെ അതേ മാർഗം പിൻപറ്റി വലിയ പടയുടെ സഹായത്തോടെ വീണ്ടും മഹാനവറുകളോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹവും പരാജയപ്പെട്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. സിന്ധ് കീഴടക്കിയ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ ഗുജറാത്തിലേക്ക് പ്രവേശിച്ച് ദീനീ പ്രവർത്തനം നടത്താൻ ആരംഭിച്ചു. ധാരാളം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നു. അക്കാലത്ത് ഗുജറാത്തിലെ ഭരണാധികാരി ഖോഡാ സിംഗ് മഹാനവർകൾക്കെതിരെ തിരിയുകയും ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടാവുകയും ചെയ്തു. ആ യുദ്ധത്തിലും രാജാവ് വധിക്കപ്പെടുകയും പിന്നീട് വന്ന കിരീടാവകാശി ഇംപ്രത് സിംഗ് ഇസ്ലാം സ്വീകരിക്കുകയും ആലി ജനാബ് എന്ന പേരിൽ ഗുജറാത്തിലെ അമീറായി നിയോഗിക്കുകയും ചെയ്തു. അതേസമയം സിന്ധിൽ ദുൽഫുഖാർ അലി ഖാനെ അമീറാക്കി മഹാനവറുകൾ മദീനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പഴയ പോലെ തന്നെ മഹാനവറുകൾ മദീനയിൽ ദീനീ പ്രവർത്തനവുമായി കഴിഞ്ഞു പോകവേ ഗവർണർ ആയിരുന്ന പിതാവ് വഫാത്താവുകയും ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. പക്ഷേ വീണ്ടും തിരുനബിത്തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് തെക്കേ ഇന്ത്യയിലേക്ക് പ്രബോധന ദൗത്യവുമായി വീണ്ടും പോകുവാൻ തീരുമാനിച്ചു. അന്ന് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി പാണ്ഡ്യ രാജാവ് വിക്രമ പാണ്ഡ്യനായിരുന്നു. അയാളുടെ കരുത്തുറ്റ സൈനിക ബലത്തോട് പൊരുതുവാനുള്ള ആളും ആയുധവും തുർക്കി ഭരണാധികാരി മഹ്മൂദ് ബാദുഷായോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹിജറ 681. ഇബ്രാഹിം ബാദുഷത്തങ്ങളുടെയും അമീർ അബ്ബാസിന്റെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ അവർ എത്തിച്ചേർന്നത്. 3 ഡോക്ടർമാരും നിരവധി യുവാക്കളും മഹാനവറുകളുടെ മക്കളായ സയ്യിദ് അബൂ താഹിർ 18 വയസ്സ്, സൈനുൽ ആബിദീൻ 8 വയസ്സ്, കൂടാതെ കുടുംബാംഗങ്ങളും വനിതകളും സയ്യിദന്മാരും സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജിദ്ദ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കേരളത്തിലെ കണ്ണൂർ കടപ്പുറത്തെത്തി. അന്നത്തെ അവിടുത്തെ രാജാവ് മഹാനവറുകൾക്ക് ദീനീബോധനം നടത്താൻ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി. അങ്ങനെ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും തൗഹീദ് പ്രചരിപ്പിച്ചു. പിന്നീട് കൊച്ചി, ആലപ്പുഴ, വിഴിഞ്ഞം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നീങ്ങുകയും അവിടെയെല്ലാം ദൗത്യം നിർവഹിച്ച് തമിഴ്നാട്ടിലെ കായൽപട്ടണത്ത് എത്തിച്ചേരുകയും ചെയ്തു. 3 നാടുകൾ ഉൾപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു അന്ന് പാണ്ഡ്യ രാജ്യം. തിരുനെൽവേലി, മധുര, രാമനാഥപുരം. വലിയ പാണ്ഡ്യന്റെ മരണത്തിന് ശേഷം മക്കളായ കുലശേഖര പാണ്ഡ്യൻ തിരുനെൽവേലിയും തിരുപാണ്ഡ്യൻ മധുരയും വിക്രമപാണ്ഡ്യൻ രാമനാഥപുരവും വീതം വെച്ച് ഭരിക്കാൻ തുടങ്ങിയിരുന്നു. മഹാനവറുകൾ കുലശേഖര പാണ്ഡ്യന്റെ സ്ഥലമായ തിരുനെൽവേലിയിൽ എത്തിച്ചേരുകയും ദീനിലേക്ക് അവിടെയുള്ള ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. കുലശേഖര പാണ്ഡ്യൻ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അവിടത്തെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം മഹാനവറുകൾ മധുരയിലേക്ക് നീങ്ങി. പക്ഷേ മധുരയിലെ രാജാവായ തിരുപാണ്ഡ്യൻ ബാദുഷത്തങ്ങൾക്കെതിരെ തിരിയുകയും വൻ സൈന്യത്തെ ഒരുക്കി യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. ആ യുദ്ധത്തിൽ തിരുപാണ്ഡ്യൻ പരാജയപ്പെടുകയും രാജാവ് അവിടെ നിന്ന് തോറ്റിടുകയും ചെയ്തു. ബാദുഷത്തങ്ങളും കൂടെയുള്ളവരും മധുര കീഴടക്കുകയും മധുരയിലെ നേതൃത്വം സിക്കന്ദർ ബാദുഷാനെ ഏൽപ്പിച്ചിട്ട് ഭൂരിപക്ഷം വരുന്ന സൈനികരെയും കൂട്ടി ബൗത്രമാണിക്യപട്ടണത്തിലേക്ക് നീങ്ങി. അന്ന് അവിടം ഭരിച്ചിരുന്ന അതികൂരനായ രാജാവ് വിക്രമപാണ്ഡ്യനെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ മഹാനവറുകൾ ശ്രമിച്ചു.
എന്നാൽ രാജാവ് ഇത് വിസമ്മതിക്കുകയും മഹാനവറുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. വിക്രമപാണ്ഡ്യന്റെ മക്കളായ ഇന്ദിരപാണ്ഡ്യനും ചന്ദ്രപാണ്ഡ്യനും പിന്നെ സർവ്വസൈന്യാധിപൻ വീരപാണ്ഡ്യനും സർവായുധരായ അനേകം പാണ്ഡ്യ പട്ടാളക്കാർ ഒരു ഭാഗത്ത്, അമീർ അബ്ബാസിന്റെ കീഴിൽ ശത്രു സൈന്യത്തിന്റെ പകുതി പോലുമില്ലാത്ത മുസ്ലിം സൈന്യം മറുവശത്തു. പക്ഷേ അവരുടെ ഈമാനിന്റെ കരുത്തുകൊണ്ട് ഒരു ബദറായി മാറുകയായിരുന്നു അവിടെ. ഇന്ദിരപാണ്ഡ്യനും അദ്ദേഹത്തിന്റെ അനുജനും ആയുധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. 2 അതിശക്തരായ പാണ്ഡ്യ നേതാക്കൾ പോർക്കളത്തിൽ മരിച്ചത് കണ്ട് അനുയായികൾക്ക് അടിപതറി തോറ്റോടേണ്ടി വന്നു. എന്നാൽ വിക്രമപാണ്ഡ്യൻ ഈ തോൽവി കടുത്ത പകയിലേക്കാണ് എത്തിച്ചത്. മഹാനവറുകളുടെ മകനായ അബൂതാഹിറിനെ ആയിരുന്നു ആദ്യം അയാൾ ഉന്നം വെച്ചത്. അടുത്തൊരു വൻയുദ്ധത്തിന് വിക്രമപാണ്ഡ്യൻ നേരിട്ട് തന്നെ കൂപ്പുകൂട്ടി വൻ സൈനികരെയും കൊണ്ട് രാജാവ് യുദ്ധസ്ഥലത്തേക്ക് പുറപ്പെട്ടു. വൈപ്പറിലേക്ക് പുറപ്പെട്ട ശത്രു സൈന്യവും മുസ്ലിം സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശത്രുക്കൾ ഒളിപോരിലൂടെ യുദ്ധതന്ത്രം മാറ്റിക്കൊണ്ടിരുന്നു. പാണ്ഡ്യന്മാർ ഹസ്രത്ത് ഷംസുദ്ദീനെയും അമീർ അബ്ബാസിനെയും ഒളിഞ്ഞിരുന്ന അമ്പെയ്ത് വീഴ്ത്തി. 2 പേരും അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയിട്ട് 50 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ധീരയോദ്ധാക്കൾ ഓരോ ദിവസവും പരലോകം പുൽകിക്കൊണ്ടിരുന്നു. അബൂതാഹിർ ഈമാനിന്റെ കരുത്ത് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അബൂതാഹിർ വിക്രമപാണ്ഡ്യന്റെ രഥത്തിലേക്ക് ചാടിക്കേറി വെട്ടിയപ്പോൾ അയാളുടെ വലതുകൈ അറ്റുവീണു. അയാൾ ഘോരവനത്തിലൂടെ ഓടിമറഞ്ഞു. അബൂതാഹിർ പിന്നാലെ പാഞ്ഞെങ്കിലും അയാളെ കാണാൻ കഴിഞ്ഞില്ല. പാണ്ഡ്യന്മാരുടെ ഒരു സൈന്യം അബൂതാഹിറിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തുചാടി മാരക അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അബൂതാഹിർ അവസാന ശ്വാസം വരെ ധീരതയോടെ പോരാടി. ഏകദേശം 10 യുദ്ധങ്ങൾ അടങ്ങിയ ആ യുദ്ധത്തിൽ മഹാനവറുകളുടെ ഏക മകൻ സയ്യിദ് അബൂതാഹിർ, സഹോദരൻ സയ്യിദ് ഇസ്മായിൽ, ഭാര്യ സഹോദരൻ സൈനുൽ അബിദീൻ, മഹാനവറുകളുടെ പല മന്ത്രിമാരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ബാദുഷത്തങ്ങളും അദ്ദേഹത്തിന്റെ സൈന്യവും വിക്രമപാണ്ഡ്യന്റെ കോട്ട വളഞ്ഞു ശക്തമായ പോരാട്ടം നടത്തി. വിക്രമപാണ്ഡ്യൻ നിലം പതിച്ചു. ആ യുദ്ധത്തിൽ വിക്രമപാണ്ഡ്യൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ബൗത്രമാണിക്യപട്ടണം, ഇന്നത്തെ കിലാഗരൈ, അങ്ങനെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി. ആ സ്ഥലം പിന്നീട് എർബാദ് എന്ന പേരിലേക്ക് മാറ്റുകയും പിൽക്കാലത്ത് അത് ഏർവാടിയായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ സമാധാനവും നീതിപൂർവവുമായ 12 വർഷങ്ങൾ കടന്നുപോയി. സ്ഥാനഭ്രഷ്ടനായ തിരുപാണ്ഡ്യൻ മധുരയിൽ നുഴഞ്ഞുകയറി മഹാനവറുകൾക്കെതിരെ തിരിഞ്ഞു. ചതിച്ചു തോൽപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് തിരുപാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ മഹാനവറുകൾക്കെതിരെ ആക്രമണം നടത്തുകയും മഹാനവറുകൾ ശക്തമായി പ്രതിരോധിച്ചിരുന്നെങ്കിലും തിരുപാണ്ഡ്യൻ ചതിയിലൂടെ ബാദുഷത്തങ്ങളെ കുത്തിവീഴ്ത്തുകയാണ് ഉണ്ടായത്. മഹാനവറുകൾ ആ രണഭൂവിൽ വെച്ച് ഷഹീദാവുകയും ചെയ്തു. ഒരുപാട് കാലം ഏർവാടി ആരാലും അറിയപ്പെടാതെ കാടുമൂടി കിടക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ നല്ല ഇബ്രാഹിം എന്ന മഹാനായ വ്യക്തി സ്വപ്നത്തിലൂടെ ബാദുഷാത്തങ്ങളിനെ കാണുകയും മഖാം ഉള്ള സ്ഥലം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല ഇബ്രാഹിം എന്നവർ കുടുംബസമേതം ഏർവാടിയിലേക്ക് താമസം മാറ്റുകയും ദർഗ പരിപാലിച്ചു പോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ആ മഹാൻ അവിടെ വെച്ച് തന്നെയാണ് മരണപ്പെടുകയും ചെയ്തത്. ആ കാലത്തു രാമനാഥപുരത്തെ രാജാവിന് കുഷ്ഠം എന്ന മാറാവ്യാധി പിടിപെട്ടു. കുഷ്ഠം മാറാതെ വന്നപ്പോൾ അദ്ദേഹം അവസാന പ്രതീക്ഷയെന്നോണം ഏർവാടി ദർഗയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ മണ്ണ് കലക്കി കുടിച്ചു രോഗം മാറിയത് നാട് മുഴുവൻ അറിയുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന്റെ രാജ്ഞി ഗർഭം ധരിക്കാതെ വന്നപ്പോൾ ഏർവാടിയിലെ മണ്ണ് കലക്കി കുടിച്ച കാരണം ആൺകുഞ്ഞു പിറന്നു. സന്തോഷവാനായ രാജാവ് ദർഗാ പരിപാലനത്തിന് വേണ്ടി ദർഗാ പരിസരത്തുള്ള 6666 ഏക്കർ ഭൂമി ഇഷ്ടദാനമായി നല്ലിബ്രാഹിം ബാദുഷയ്ക്ക് പതിച്ചു കൊടുത്തു. ഈ വാർത്തകളൊക്കെ കേട്ട ജനങ്ങൾ ഏർവാടിയിലേക്ക് കൂട്ടം കൂട്ടമായി എത്തിച്ചേരാനും തുടങ്ങി. ഏതു കേസും തീരുമാനമാക്കുന്ന കോടതി, അതാണ് ഏർവാടി. ഇന്നും ആ വീരശുഹദാക്കളുടെ സന്നിധിയിൽ മാനസിക ശാരീരിക രോഗങ്ങൾ പേറുന്നവരും സന്താനങ്ങളില്ലാത്തവരും മതമോ ജാതിയോ വ്യത്യാസമില്ലാതെ വന്ന് ഉദ്ദേശ്യം സാധിച്ചു മടങ്ങുന്നു.